ജനുവരി 31 തെരുവ് മക്കളുടെയും തൊഴിലാളികളുടെയും സർവോപരി യുവജനങ്ങളുടെയും ഹരമായി മാറിക്കഴിഞ്ഞ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹം ഇറ്റലിയിലെ വ്യാപാര കേന്ദ്രമായിരുന്ന ടൂറിൻ നഗരത്തിന്റെ പ്രാന്തങ്ങളിൽ ദരിദ്രമായ ബോസ്കോ കുടുംബത്തിലാണ് ഭൂജാതനായത്. അദ്ദേഹത്തിന് 2 വയസ്സ് പ്രായമായിരുന്ന അവസരത്തിൽ പിതാവ് ഫ്രാൻസിസ് ബോസ്കോ നിര്യാതനായി. അതോടുകൂടി കുടുംബ ഭാരം മുഴുവനും മാതാവ് മാർഗരറ്റിൽ വന്നു ചേർന്നു. തൊട്ടടുത്തുള്ള സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളിൽ വീട്ടുവേലയ്ക്ക് പോയും മറ്റു തരത്തിലുള്ള കൂലിവേല ചെയ്തുമാണ് മാർഗരറ്റ് ആ കുടുംബത്തെ പോറ്റി വന്നത്. എങ്കിലും കുട്ടികളെ നല്ല ശിക്ഷണത്തിൽ വളർത്തുന്നതിനു വേണ്ടി ആ അമ്മ അക്ഷീണം പരിശ്രമിച്ചു. ഡോൺ ബോസ്കോ പഠനകാര്യങ്ങളിൽ വളരെ തൽപരനും സമർത്ഥനുമായിരുന്നു. എങ്കിലും പഠിക്കുന്നതിനുള്ള അവസരം വളരെ പരിമിതമായി. പ്രധാനപ്പെട്ട കാരണം ദാരിദ്ര്യം തന്നെ. ആ അവസരത്തിൽ ഡോൺ ബോസ്കോയുടെ ചടുലമായ പ്രകൃതിയും നിഷ്കളങ്കമായ സ്വഭാവവും കണ്ട് ഇടവക വൈദികൻ ആ കുട്ടിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു. ആ അച്ഛന്റെ സഹായത്താലാണ് പിന്നീട് പഠനം തുടർന്നത്. 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ഡോൺ ബോസ്കോ തന്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്താൻ ഇടവന്ന ഒരു സ്വപ്നം കണ്ടു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ സ്വപ്നം ഏതാണ്ട് ഇതുപോലെയായിരുന്നു. കുറെ തെരുവു മക്കൾ തന്റെ ചുറ്റും കൂടി നിൽക്കുന്നു. ആ അവസരത്തിൽ ദിവ്യത്വം തുളുമ്പുന്ന ഒരു വ്യക്തി തന്നോട് ആവശ്യപ്പെടുന്നു, ഇവരെ നേർവഴിക്ക് തിരിക്കാൻ നീ ഉത്സാഹിക്കണം എന്ന്. ഈ സ്വപ്നത്തെ സംബന്ധിച്ച് പിന്നീട് അമ്മയോട് ബാലനായ ഡോൺ ബോസ്കോ പങ്കുവച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നു. അമ്മ അതിൽ നിന്ന് മനസ്സിലാക്കിയത് മോന് ഒരു വൈദികനാകാനുള്ള ഒരു വിളി അതിലെ അമ്മ കാണാൻ ഇടവരികയാണ്. അവൻ വികാരിയച്ഛന്റെ സഹായത്തോടു കൂടി പഠിച്ചു. അങ്ങനെ അവൻ ഒരു സെമിനാരിയിൽ ചേർന്നു. വിധിപ്രകാരമുള്ള പഠന പരിശീലന പ്രക്രിയയൊക്കെ കഴിഞ്ഞ് 26-ാമത്തെ വയസ്സിൽ 1841 ആണ്ടിൽ അവൻ ഒരു വൈദികനായിട്ട് അഭിഷിക്തനാകുന്നു. കൊച്ചച്ഛനായിരിക്കെ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ദുർമാർഗത്തിൽ ജീവിക്കാൻ ഇടവന്നിട്ടുള്ള കുട്ടികളെ തേടിപ്പിടിച്ച് അവരെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു ഡോൺ ബോസ്കോയിൽ നാം ആദ്യമായിട്ട് കാണുന്നത്. അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി ചില ജാലവിദ്യകളും ചില സർക്കസ് ഐറ്റംസൊക്കെ ഡോൺ ബോസ്കോ കരസ്ഥമാക്കി. അങ്ങനെ കുട്ടികളുടെ ഇടയിൽ വലിയ ഒരു ഹീറോ പരിവേഷം ഡോൺ ബോസ്കോയ്ക്ക് നേടാനായി. അങ്ങനെ അദ്ദേഹം 39-ാമത്തെ വയസ്സിൽ സഭയ്ക്ക് ഇന്നും അഭിമാനപാത്രമായി തീർന്നിട്ടുള്ള ഒരു സന്യാസ സഭയ്ക്ക് ഡോൺ ബോസ്കോ ആരംഭം കുറിക്കുകയാണ്. സലേഷ്യൻ സഭ. അത് യുവജനങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവവിളി സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന വൈദികരുടെ ഒരു സന്യാസ സഭയാണ്. 1854 സലേഷ്യൻ സഭയുടെ സ്ഥാപനം. 21 വർഷം കഴിഞ്ഞതിനു ശേഷം സ്ത്രീകൾക്കായി ഒരു സന്യാസിനി സഭയും അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ചൈതന്യത്തിന്റെയും പ്രവർത്തന ചാതുര്യയുടെയും ഫലമായി ദൈവം ഈ 2 സഭകളെയും സമൃദ്ധമായി അനുഗ്രഹിച്ചു എന്നാണ് പിന്നീടുള്ള ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം 72-ാമത്തെ വയസ്സിൽ ചരമമടയുന്നതിന് അവസരത്തിൽ തന്നെ താൻ സ്ഥാപിച്ച വൈദിക സന്യാസ സഭയിൽ 768 പേര് അന്നുണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. തുടർന്ന് ഇന്ന് ലോകത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും ഈ സന്യാസഭ പ്രവർത്തിച്ച് മഹത്തായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒന്നാണ്. ഡോൺ ബോസ്കോ തന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ രോഗശയ്യയിലായിരിക്കുന്ന അവസരത്തിൽ പോലും തന്റെ നർമ്മരസവും
മറ്റുള്ളവരെ രസിപ്പിക്കുന്നതിനുള്ള ചാതുര്യവും ഒന്നും നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം സ്വാഭാവികമായിട്ടുള്ള ആധ്യാത്മികത്വം വളർത്തിയെടുത്ത ഒരു പ്രത്യേക വിശുദ്ധനായിട്ട് വേണം നാം അദ്ദേഹത്തെ കാണാൻ. അകൃത്രിമ സുന്ദരമായിട്ടുള്ള ആധ്യാത്മികത്വം. അദ്ദേഹം വലിയ ഭക്തന്റെ വേഷം കെട്ടുകയോ പുണ്യത്തിന്റെ ഭാഷ സംസാരിക്കുകയോ എന്നതിനേക്കാൾ ഓരോ സാഹചര്യത്തിലും ഔചിത്യപൂർണമായി യുക്തിഭദ്രമായും ആകർഷണീയമായും പെരുമാറി വിശുദ്ധി നേടാനും കണ്ടെത്താനും ഇടവന്ന യുവജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനം ലഭിച്ചിട്ടുള്ള ഒരു വിശുദ്ധനാണ് ഡോൺ ബോസ്കോ. അതോടുകൂടെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും അദ്ദേഹം തയ്യാറായി. കാറൽ മാർക്സ് ദാസ് ക്യാപിറ്റൽ ചെന്നൈയിൽ മുഴുകിയിരുന്ന അവസരത്തിൽ ആണ് ഡോൺ ബോസ്കോയും ജീവിച്ചിരുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്നതിനും എഴുതുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഡോൺ ബോസ്കോ അന്നേ ശ്രമിച്ചിരുന്നു. അതിന്റെ ശ്രമഫലമായിട്ടായിരിക്കാം പിന്നീട് കത്തോലിക്ക സഭയിൽ മഹാനായ ലയോ 13 മാർപ്പാപ്പ റേരും നൊവാരും എന്ന ഒരു ചാക്രിക ലേഖനം തന്നെ പ്രസിദ്ധീകരിക്കാൻ ഇടവന്നത് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലെ വളരെ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ വളരെ സ്വാഭാവികമായിട്ട് ജനങ്ങളോടും സാഹചര്യങ്ങളോടും പെരുമാറി ദൈവത്തിന്റെ പക്കലേക്ക് എത്തുന്നതിനുള്ള ഒരു ആധ്യാത്മിക ജീവിതശൈലി വളർത്തിയെടുക്കാൻ ഈ വിശുദ്ധൻ തന്നെ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.